പാലക്കാട് ചുള്ളിപ്പള്ളത്ത് കാട്ടാന ഇറങ്ങി പ്രദേശവാസിയായ സുധീഷിൻ്റെ 11 തെങ്ങുകൾ കാട്ടാന പിഴുതിട്ടു. അരുൺ ആലത്തൂർ ചേരുന്നു. അരുൺ, കാട്ടാന ശല്യം രൂക്ഷമാവുകയാണ്. എന്തൊക്കെ നാശനഷ്ടങ്ങളാണ് ചുള്ളിപ്പള്ളത്ത് കാട്ടാനകൾ ഉണ്ടാക്കി വെച്ചത്? ഈ സംഭവിച്ചത് ഇന്നലെ വൈകുന്നേരം ഇന്നലെ രാത്രി 9 മണിക്ക് ശേഷമാണ് ഇത് സംഭവിച്ചിരിക്കുന്നത്. 12 തെങ്ങാണ് തട്ടിയിരിക്കുന്നത്. 12 തെങ്ങ്. അത് ഒറ്റ ആനയാണ്. അത് മതപ്പാടിലേക്ക് ആനയാണ് വന്നിരിക്കുന്നത്. ശരിക്കും നമ്മൾ ഫോറസ്റ്റ് ബൗണ്ടറിയിൽ നിന്ന് 5 കിലോമീറ്റർ ഉള്ളിൽ കയറി വന്നിട്ടാണ് ഇത്രയും അതിക്രമം ചെയ്തിട്ട് പോയിരിക്കുന്നത്. ഈ തെങ്ങുകൾക്ക് മുഴുവനും കിങ് ഫ്രാക്കർ സ്ഥലമെടുപ്പ് എന്നതിൻ്റെ പേരിൽ നമ്പർ അടിച്ച് അവർ 3ാം ഘട്ടം സർവേയും കൂടി കഴിഞ്ഞിട്ട് പോയതാണ്. ഒന്ന് അവർ എടുത്തതാണെങ്കിൽ അതിൻ്റെ പേരിലാവും. ഇപ്പോൾ അവർ എടുക്കണമില്ല. നമ്മളുടെ ബുദ്ധിമുട്ട് ഇത്രയും 1200ഓളം ഏക്കർ ഇരുപൂവ് കൃഷി ചെയ്തുകൊണ്ടുള്ള ഭൂമിയാണ് ഈ കിടക്കുന്നത്. ഇതിൻ്റെ അവസ്ഥ വലിയ അവസ്ഥയിലാണ്. അരുൺ ആലത്തൂർ ചേരുന്നു. അരുൺ, ചുള്ളിപ്പള്ളത്ത് 12 തെങ്ങുകളാണ് കാട്ടാനകൾ പിഴുത് എറിഞ്ഞിരിക്കുന്നത്. പ്രദേശവാസിയായ സുധീഷിൻ്റെ തെങ്ങുകളാണ് ഇത്. മറ്റെന്തൊക്കെ നാശനഷ്ടങ്ങളാണ് കാട്ടാനക്കൂട്ടം വരുത്തി വെച്ചത്? അനിൽ, പ്രധാനമായിട്ടും തെങ്ങുകളാണ് ഈ മേഖലയിൽ കാട്ടാന നശിപ്പിച്ചിരിക്കുന്നത്. ഈ പാലക്കാട് കഞ്ചിക്കോട് പനങ്ങാട് ചുള്ളിപ്പള്ളം മേഖലയിൽ തുടർച്ചയായി ജനവാസ മേഖലയിലേക്ക് കാട്ടാന എത്തുന്നു എന്നുള്ളതാണ് പ്രദേശവാസികൾ പറയുന്നത്. പ്രദേശത്ത് ഒരു മതിലുണ്ട്. ആ മതില് തകർത്തുകൊണ്ടാണ് കാട്ടാനക്കൂട്ടം ഈ ജനവാസ മേഖലയിലേക്ക് എത്തിയിരിക്കുന്നത്. ഇവിടെ മുൻപ് 2 പുകൽ കൃഷി ചെയ്തുകൊണ്ടിരുന്ന ഒരു മേഖലയാണ്. പക്ഷെ തുടർച്ചയായിട്ട് ഇങ്ങനെ കാട്ടാന ശല്യം മൂലം അവർക്ക് കൃഷി ചെയ്യാൻ കഴിയാത്ത ഒരു സ്ഥിതി ഉണ്ട്. പിന്നീടാണ് ഈ വയലുകളിൽ തെങ്ങുകളും മറ്റുമൊക്കെ കർഷകർ വെച്ചുപിടിപ്പിച്ചത്. പക്ഷെ നല്ല രീതിയിൽ കായ്ക്കുന്ന ആ തെങ്ങുകൾ കാട്ടാനക്കൂട്ടം നശിപ്പിച്ചിരിക്കുന്നത്. പ്രദേശവാസിയായ സുധീഷിന്റെ 12 തെങ്ങുകളാണ് കാട്ടാന പിഴുതിട്ടിരിക്കുന്നത്. യാതൊരു തരത്തിലും ഈ കാട്ടാന ശല്യം മൂലം കൃഷി നടത്താനോ മറ്റോ ഒന്നും കഴിയാത്ത ഒരു സ്ഥിതിയാണ് പ്രദേശത്ത് എന്നുള്ളതാണ് നാട്ടുകാർ പറയുന്നത്. മാത്രമല്ല, ഈ ജനവാസ മേഖലയിലേക്ക് ഇങ്ങനെ കാട്ടാന എത്തുമ്പോൾ അത് തങ്ങളുടെ സ്വത്തിന് മാത്രമല്ല ജീവന് തന്നെ ഭീഷണിയാവുമോ എന്നുള്ളൊരു ആശങ്കയുണ്ട് എന്നും പ്രദേശവാസികൾ പറയുന്നുണ്ട്. പാലക്കാട് തന്നെ ഈ കഞ്ചിക്കോടിന് പുറമെ മുണ്ടൂരും കല്ലടിക്കോട് ഉൾപ്പെടെയുള്ള മേഖലകളിലൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ കാട്ടാനകൾ ഇങ്ങനെ ജനവാസ മേഖലയിൽ ഇറങ്ങുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അടുത്തിടെയാണ് മുണ്ടൂരിൽ സ്വന്തം വീട്ടിലേക്ക് പോവുകയായിരുന്ന അലൻ എന്ന യുവാവിനെ കാട്ടാന ആക്രമിച്ച് കൊലപ്പെടുത്തുകയും ചെയ്തത്. ഇങ്ങനെ ജനവാസ മേഖലയിലേക്ക് പലയിടത്തും, അതായത് വാളയാർ മുതൽ കല്ലടിക്കോട് വരെയുള്ള മേഖലകളിൽ ജനവാസ മേഖലയിലേക്ക് കാട്ടാനകൾ വേനൽ കടുത്തതോടുകൂടെ തന്നെ എത്തുന്ന ഒരു സാഹചര്യമുണ്ട്. അതേസമയം തന്നെ അതിനെ കാട് കയറ്റുന്നതിനോ അല്ലെങ്കിൽ ഇനി ജനവാസ മേഖലയിലേക്ക് വരാതിരിക്കുന്നതിന് വേണ്ട നടപടികൾ അധികൃതരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നില്ല എന്നൊരു ആക്ഷേപം നാട്ടുകാർ പങ്കുവയ്ക്കുന്നുണ്ട്. പാലക്കാട് ചുള്ളിപ്പള്ളത്ത് കാട്ടാന ഇറങ്ങി പ്രദേശവാസിയായ സുധീഷിൻ്റെ 12 തെങ്ങുകൾ കാട്ടാന പിഴുതിട്ടു. അരുൺ ആലത്തൂരാണ് വിവരങ്ങൾ നൽകിയത്.